നിലവിൽ എല്ലാ മാസവും നിലവിലുള്ള കേസുകൾ സംബന്ധിച്ചുള്ള ഒരു റിവ്യൂ ഉണ്ടാകുന്നതാണ്. സാധാരണഗതിയിൽ യോഗം നടക്കുന്നത് ഓൺലൈൻ വഴിയാണ്. ദക്ഷിണ മേഖല മേധാവി ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത് ഓൺലൈനിലൂടെയാണ്. പക്ഷേ ഇന്ന് അദ്ദേഹം നേരിട്ട് എത്തുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രണ്ട് സുപ്രധാന കേസുകൾ കൊച്ചിയിലെ ED യൂണിറ്റ് കൈകാര്യം ചെയ്യുന്നുണ്ട്. ഒന്ന് മാസപ്പടി കേസാണ് വീണ വിജയനുമായി ബന്ധപ്പെട്ട, മറ്റൊന്ന് അവയവദാനവുമായി ബന്ധപ്പെട്ട കേസുകളാണ്. ഈ കേസ് രണ്ടിന്റെയും ഇതുവരെയുള്ള പുരോഗതി പ്രധാനമായും വിലയിരുത്തുകയാണ് ഇഘട്ടത്തിൽ ഉദ്ദേശിക്കുന്നത്. ഒപ്പം തന്നെ അടുത്ത ഘട്ടത്തിലേക്ക് ഏത് തരത്തിലാണ് പോകേണ്ടത് എന്ന സംബന്ധിച്ച് വിശദമായ പരിശോധന അല്ലെങ്കിൽ ചർച്ച ഇതുമായി ബന്ധപ്പെട്ട് നടക്കും എന്നുള്ളതാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ തന്നെ വ്യക്തമാക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് മാസപ്പടി കേസ് തന്നെയാണ്. മാസപ്പടി കേസിന്റെ അകത്ത് വീണ വിജയനെ ചോദ്യം ചെയ്തു എന്നതിനപ്പുറത്തേക്ക് കൂടുതൽ നീക്കങ്ങളിലേക്ക് പോകാൻ ഇതുവരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഏത് തരത്തിലായിരിക്കണം ഇനി ആ അന്വേഷണത്തിന്റെ മുന്നോട്ട് വെക്കോ, ഒപ്പം തന്നെ മറ്റാളുകളെ ചോദ്യം ചെയ്യണമോ, കൂടുതൽ കാര്യങ്ങൾ ഏത് തരം എത്തി തുടങ്ങിയ കാര്യങ്ങളാണ് വിശദമായി പരിശോധിക്കുന്നത്. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട വീണ വിജയനുമായി ബന്ധപ്പെട്ടും അവരുടെ സാമ്പത്തിക സ്രോതസ് സംബന്ധിച്ചുള്ള അന്വേഷണവും ED ഈ ഘട്ടത്തിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അതിന്റെ സ്ഥലം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അവരുടെ പേരിലുള്ള ഭൂവസ്തുക്കൾ അതടക്കമുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ കൃത്യമായി പരിശോധിക്കുന്നുണ്ട്. ഇക്കാര്യങ്ങളിലുള്ള പുരോഗതിയാണ് പ്രധാനമായും വിലയിരുത്തുന്നത്. അതോടൊപ്പം തന്നെയാണ് കൊച്ചിയിലെ അവയവദാന കേസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി പരിശോധിക്കുന്നുണ്ട്. അതിന്റെ അന്വേഷണം നിർണായക ഘട്ടത്തിൽ എന്നുള്ളതാണ് ED ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് കേസുകൾ സംബന്ധിച്ചുള്ള നിർണായക ചർച്ചകൾ തന്നെയാണ് ഇന്ന് യോഗത്തിൽ നടക്കുന്നത്. അതിനുശേഷമായിരിക്കും ഒരുപക്ഷെ സുപ്രധാന തീരുമാനങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇനി വീണ്ടും വീണ വിജയനെ വിളിച്ചു വരുത്തണമോ തുടങ്ങിയ കാര്യത്തിലടക്കം ഇന്നത്തെ യോഗത്തിന് ശേഷം ഒരു തീരുമാനമുണ്ടാകും എന്നുള്ളതാണ് ED അറിയിച്ചിട്ടുള്ളത്.